വയനാടൻ മലനിരകളിലെ അന്തരാളങ്ങളിൽ നിന്ന് കഴിഞ്ഞ തിങ്കളാഴ്ച പുലർച്ചെ ഉയർന്നുവന്ന ഉരുൾകൊണ്ടുപോയ ജീവനുകൾ എത്രയെന്ന് ഇനിയും എണ്ണിത്തീർന്നിട്ടില്ല. മരണം 300-ന് അടുത്തെത്തി നിൽക്കുന്നു. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ 9,000-ഓളം ആളുകൾ. ബെയിലി പാലത്തിന്റെ ചങ്കുറപ്പോടെ സൈന്യം. കെടാത്ത ചിതകൾക്ക് കാവലായി സേവാഭാരതി. വിറങ്ങലിച്ചു നിൽക്കുന്ന വയനാട് ഉറങ്ങുന്നില്ല. ആരും അറിയാതെ ഉറങ്ങിപ്പോയവരെ ഓർത്ത് തേങ്ങുകയാണ് ഈ നാട്. കോടമഞ്ഞിന്റെ കാഠിന്യം വയനാട്ടിൽ ഇന്ന് ഏശുന്നതേയില്ല. എന്തെന്നാൽ ഉരുൾപൊട്ടലിൽ മണ്ണടിഞ്ഞു പോയ നിരവധി ആളുകളെ ഓർത്ത് ലാവ പോലെ തിളയ്ക്കുകയാണ് ഈ നാട്. ഉരുൾപൊട്ടലിൽ തകർന്ന വീടുകൾക്കടിയിൽ നിരവധി മനുഷ്യർ എന്നേക്കുമായി ഉറങ്ങിക്കിടക്കുന്നു. ഇവരെ കണ്ടെടുക്കുവാനുള്ള ദൗത്യത്തിൽ പാതി ജീവനുമായി മല്ലടിച്ച നിരവധി ഗ്രാമവാസികളെ രക്ഷാപ്രവർത്തകർ ജീവിതത്തിലേക്ക് ഉയർത്തിയെടുക്കുന്നതും നാം കണ്ടു. ഇവരിൽ മനുഷ്യർക്കൊപ്പം നിരവധി വളർത്തുമൃഗങ്ങളെയും കണ്ടെത്തി. ചെളിയിൽ പൂണ്ടുപോയ മനുഷ്യ അവയവങ്ങൾ മുണ്ടക്കൈ മണ്ണിനെ യുദ്ധക്കളം പോലെയാക്കി. പ്രകൃതിയോട് മല്ലടിച്ച മനുഷ്യനെ മുച്ചൂടും തകർത്ത പ്രകൃതിയുടെ രുദ്രതാണ്ഡവം പോലെ. ഉറങ്ങാതെ ഇരുട്ടിനെ പകലാക്കി പണിത ബെയിലി പാലം പൂർത്തിയാക്കിയ വേളയിൽ സൈനികരുടെ കരങ്ങളിൽ പ്രവഹിച്ചത് യുദ്ധക്കരുത്തിന്റെ വീര്യം. മുണ്ടക്കൈ താണ്ടാനുള്ള പാലം രക്ഷാദൗത്യത്തിന് കാരിരുമ്പിന്റെ കരുത്തു നൽകും. NDRF, പോലീസ്, അഗ്നിശമന സേന എന്നിവർ നടത്തുന്ന അനിതര സാധാരണമായ സേവനങ്ങൾ വേറെ. മരണപ്പെട്ടവരെ സംസ്കരിക്കാൻ ഈ നാട്ടിൽ ബന്ധുക്കളോ നാട്ടുകാരോ ആരുമില്ല. അവർക്കായി ചിതയൊരുക്കാൻ സേവാഭാരതി നേരിട്ടിറങ്ങി എന്നത് മറ്റൊരു പുണ്യം. ഇതിൽ വികൃതമായ ജഡങ്ങൾ വരെയുണ്ട്. 2 മണിക്കൂറിനുള്ളിൽ ദഹനം സാധ്യമാക്കുന്ന ആധുനിക സംസ്കാര രീതിയാണ് ഇവിടെ നടത്തുന്നത്. ഇതുകൂടാതെ മറ്റ് സന്നദ്ധ സംഘടനകൾ വേറെ. ഇതിൽ NCC, സ്കൗട്ട് തുടങ്ങി കുട്ടികളുടെ സേവനങ്ങൾ വരെ ഇവിടെ കാണാം. ദുരന്തഭൂമിയിൽ തോരാത്ത കണ്ണീരായി ഇടവിട്ട് പെയ്യുന്ന പേമാരിയുണ്ട്. മനസ്സുപോലെ കലങ്ങിമറിഞ്ഞൊഴുകുന്ന ചാലിയാർ പുഴ വേറെ. യജമാനനെ തിരഞ്ഞ വിശപ്പും ഉറക്കവും നഷ്ടപ്പെട്ട നായ്ക്കളും ദുരന്തഭൂമിയിലുണ്ട്. മാതാപിതാക്കൾ നഷ്ടപ്പെട്ടവർ, മക്കൾ കൈവിട്ടു പോയവർ, വീട് മണ്ണടിഞ്ഞവർ, നിരാലംബർ എന്നിങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത ദുഃഖസത്യങ്ങൾക്ക് മുന്നിൽ പകച്ചു നിൽക്കുകയാണ് ഭയനാടായി മാറിയ നമ്മുടെ സ്വന്തം വയനാട്. ന്യൂസ് ഡെസ്ക്, ജനം.